5-8 കൊല്ലമായിട്ട് പല രീതിയിലുള്ള ഡെഫിനേഷൻസ് നമ്മൾ പല പ്രാവശ്യം പലരിൽ നിന്നായിട്ട് കേട്ടിട്ടുണ്ട്. ഇതിലെന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്നത് അങ്ങാടി പിതാവ് മാത്രമേ ഉള്ളൂ. സമുദായത്തിൽപ്പെട്ടവരെ അല്ലെങ്കിൽ സമൂഹത്തിൽപ്പെട്ടവരെ കുടുംബങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകുന്ന നമ്മുടെ കുട്ടികൾ തമ്മിൽ ബന്ധപ്പെടുന്നത് എന്നും അഭിലഷണീയമാണ്. അത് ജ്ഞാനായ സമുദായത്തിൻ്റെ പ്രത്യേകതയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം എല്ലാ സമൂഹങ്ങളിലും അതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മലബാർ സഭയിലാണെങ്കിലും മലങ്കര സഭയിലാണെങ്കിലും മറ്റേത് സമുദായം വളരെ പ്രത്യേകമായ രീതിയിൽ ശ്രദ്ധിച്ചു വരുന്ന കാര്യമാണ്. അതിൽ സവിശേഷത ജ്ഞാനായ സമുദായമുണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറയുക. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും നമ്മുടേതായ രീതിയിൽ വളർത്തിക്കൊണ്ട് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. പക്ഷേ ചിലപ്പോൾ പ്രത്യേകമായ ചില സാഹചര്യങ്ങളിൽ അവർ മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുമ്പോൾ അവരെ പുറത്താക്കുന്ന ആ രീതിയോട് സഭ അനുകൂലിക്കുന്നില്ല, റോം അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് റോമിൽ നിന്ന് പ്രത്യേക നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവെച്ചിട്ടുള്ളതുമാണ്. എല്ലാവർക്കും അത് ഏതാണ്ട് മനപ്പാടും അറിയാവുന്ന കാര്യമാണ്. അത് എൻ്റെ കണ്ടുപിടുത്തമല്ല, എൻ്റെ താല്പര്യവുമല്ല. പക്ഷേ ഞാൻ മെത്രാനായതിൻ്റെ പേരിൽ അത് നടപ്പിലാക്കണമെങ്കിൽ അതനുസരിച്ച് പോകുവാനേ എനിക്ക് നിർവാഹമുള്ളൂ. ആ സാഹചര്യം നിങ്ങൾ ഓരോരുത്തരും വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ നമ്മുടെ സമൂഹങ്ങളിൽ നാനാ മിഷനുകളിൽ പ്രത്യേകമായ സംവിധാനങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യം വളരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആരെയും ഒഴിവാക്കുവാനല്ല, ഉൾക്കൊള്ളുവാനുള്ള മനോഭാവത്തിലേക്ക് നമ്മൾ വളരേണ്ടതാണ്. അംഗത്വത്തിൻ്റെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ആത്മീയമായ കാര്യങ്ങൾ നടത്തി കൊടുക്കുവാനും രണ്ടല്ല കുടുംബം ഒന്നാണ് എന്ന രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുവാനും നമുക്ക് സാധിക്കണം. കുടുംബത്തെ രണ്ടായിട്ട് കാണുവാൻ എനിക്ക് സാധിക്കില്ല, നിങ്ങൾക്കെങ്ങനെ വിഭാവനം ചെയ്യാനും സാധിക്കുകയില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പുറത്തുള്ള ഏതെങ്കിലും വ്യക്തി കുടുംബങ്ങളിലെ പുരുഷന്മാരിൽ ആൺകുട്ടികൾ പുറത്തുള്ള സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്യിച്ചാൽ അവരെ കുടുംബത്തിൽ നമുക്ക് പുറത്താക്കാൻ നിർവാഹമില്ല. വീട്ടുപേര് അത് തന്നെയായിരിക്കും. അവിടെ നിന്നുണ്ടാകുന്ന മക്കൾക്ക് നമ്മുടെ കുടുംബവും അവകാശങ്ങളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യം തുടരുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുടുംബത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നതിൽ വിശ്വാസ സമൂഹത്തിന് അത് സ്വീകാര്യമായി വരികയില്ല. എന്തുമാത്രം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതേപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിശദമായിട്ട് നമ്മളതേപ്പറ്റി ആലോചിക്കുകയും ചെയ്യും. അതിനുള്ള സംവിധാനങ്ങൾ വരുമ്പോൾ അതിനോട് സഹകരിക്കുവാനും വേണ്ട രീതിയിൽ അതിനെ എല്ലാവരെയും ഉൾപ്പെടുത്തി നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും വളർത്തുവാനും നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം വളരെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബത്തെക്കാൾ വലുതാണ് സഭ എന്നുള്ളത് നമുക്കറിയാം. അതേസമയം സഭയുടെ അടിസ്ഥാനം കുടുംബവുമാണ്. ഇവ രണ്ടും വൈവിധ്യമായ രീതിയിൽ ബന്ധപ്പെട്ടു പോകുന്നത് കൊണ്ട് കുടുംബങ്ങളുടെ ഭദ്രതയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ സഭയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി ആവുന്നത്ര ക്രിസ്തീയമായ മനോഭാവത്തിൽ, സ്നേഹത്തിൻ്റെ മനോഭാവത്തിൽ, കൂട്ടായ്മയിൽ ആരെയും മറ്റു തരത്തിൽ ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പ്രത്യേകമായ എല്ലാവരോടും ഓർമ്മിപ്പിക്കുവാനുള്ളത് നിസ്സഹകരണത്തിൻ്റെ രീതിയിലല്ല, സഹകരണത്തിൻ്റെ രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും നമ്മുടെ മിഷനുകൾക്ക് വളരെ പ്രത്യേകമായ പ്രസക്തി, മിഷനുകൾ വളർന്ന ഇടവകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും തയ്യാറാകണം. പള്ളിയിലൂടെ സഭയിലൂടെയുള്ള വളർച്ച നിർണായകമാണ് എന്നുള്ള മനസ്സിലാക്കുവാനും ആ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും സഭയെ മുന്നിൽ കണ്ടുകൊണ്ട് സഭയോടുള്ള വിശ്വസ്ത വളരുവാനും അത് കുടുംബങ്ങളിലൂടെ വളർത്തിയെടുക്കുവാനും കുടുംബ ബന്ധങ്ങൾ ഉറപ്പിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് വളരെ പ്രത്യേകമായ രീതിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങാടി പിതാവ് അന്നും ഇന്നും ഒരേ കാര്യമാണ് പറയുന്നത്. കാരണം എനിക്ക് റോമിൻ്റെ ഓർഡർ അനുസരിച്ചേ പോകാൻ പറ്റൂ. അതനുസരിച്ച് എൻഡോഗമസ് ആയിട്ടുള്ള ഇടവകകൾ ഗ്രാനായക്കാർക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് അങ്ങാടി പിതാവ് 2002 പറഞ്ഞു, 4 പറഞ്ഞു, 2012 പറഞ്ഞു. അപ്പം അങ്ങാടി പിതാവ് അങ്ങനെ പറഞ്ഞെങ്കിലും പലപ്പോഴും നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയല്ല, നമ്മളുടെ ഓണൊരു നിർവചനം കൊടുക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും. അതുകൊണ്ടാണ് ഈ സാധാരണ ആൾക്കാരുടെ മനസ്സിൽ ഇന്നും ഒരു കൺഫ്യൂഷൻ ഉള്ളതും വ്യക്തതയില്ലാത്തതും. അങ്ങനെയുള്ള അഭിപ്രായങ്ങളും ആൻസേഴ്സും വളരെ മിസ്ലീഡിംഗ് ഉണ്ട്. ഒരു പരിധിവരെ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതൊരു ഞാൻ വേറെ രീതിയിൽ പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഡിസയർ എന്ന് വേണമെങ്കിൽ പറയാം. ആഗ്രഹം അതാണ്, അതത്ര അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ റിയാലിറ്റി അതല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്.